കൊല്ലം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവിയുടെ ആമുഖ പ്രഭാഷണത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത്. കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും കർഷകർക്ക് സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നതിനും വിവിധ പദ്ധതികൾ, കശുവണ്ടി, മൂല്യവർദ്ധിത ഉൽപ്പന്നമായ കശുമാങ്ങ നീര് എന്നിവയുടെ ഉൽപ്പാദനം ശക്തിപ്പെടുത്തും. 4 കോടി രൂപ വിനിയോഗിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ കതിർമണി പദ്ധതിയിലൂടെ നെൽകൃഷി വ്യാപിപ്പിക്കും. ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള പദ്ധതികൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചു. ആധുനിക സൗരോർജ്ജ തൂക്കുവേലികളും അപകട സാധ്യതയുള്ള അതിർത്തികളിൽ ക്രാഷ് ഗാർഡ് സ്റ്റീൽ ഫെൻസിങ്ങുകളും കരിങ്കൽ മതിലുകളും നിർമ്മിക്കും. മത്സ്യശ്രീ കൊല്ലം ഫ്രഷ് കട്ട് നൂതന പദ്ധതി വഴി പാചകത്തിന് സജ്ജമായ മത്സ്യം ലഭ്യമാക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് FRP വള്ളങ്ങൾ വാങ്ങി നൽകുന്നതിന് 50 ലക്ഷം രൂപ അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബുവാണ് ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കാർഷിക മൃഗസംരക്ഷണ പദ്ധതികളുടെ മുഖമുദ്രയായ കുരിയോട്ടുമല ഭാവിനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വൈജ്ഞാനിക കേന്ദ്രമായി ഉയർത്തുക എന്ന ആഗ്രോ ഗാലക്സി പദ്ധതി ഈ ബഡ്ജറ്റിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ്. വെറുമൊരു ഫാം എന്നതിലുപരി ആധുനിക സെമിനാർ ഹാളുകൾ, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ എന്നിവ അടങ്ങിയ ഒരു മികച്ച ട്രെയിനിങ് സെന്ററായി കുരിയോട്ടുമലയെ മാറ്റും. ദൂരപ്രദേശങ്ങളിൽ എത്തുന്ന കർഷകർക്കും വിദ്യാർത്ഥികൾക്കും താമസിച്ച് പഠിക്കുന്നതിനുള്ള ഡോർമെട്രി സംവിധാനങ്ങൾ, ഹോസ്റ്റലുകൾ ഇവിടെ ഒരുക്കുന്നതാണ്. ഹൈബ്രിഡ് കൃഷി രീതികൾ, ആധുനിക മൃഗസംരക്ഷണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ കർഷകർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന ഒരു ഹബ്ബായി ഇതിനെ വികസിപ്പിക്കും. കൂടാതെ വർഷം തോറും ജില്ലയിലെ കാർഷിക മികവുകൾ വിളിച്ചോതുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുരിയോട്ടുമല അഞ്ചൽ ഫാമുകളിൽ സ്വകാര്യ ഫാമുകൾ ഉൾപ്പെടെയുള്ള മറ്റു ഫാമുകളെ കർഷകർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാം ഫെസ്റ്റ് ഒരു സ്ഥിരം പരിപാടിയായി സംഘടിപ്പിക്കും. ഗ്രാമീണ കുളങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് 1.5 കോടി രൂപ വകയിരുത്തി സുജലം പദ്ധതി നടപ്പാക്കും. ഉന്നതികളിലെ മണ്ണൊലിപ്പ് തടയുന്നതിന് ഭിത്തി നിർമ്മിക്കുന്ന പദ്ധതിയും ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സബ്സിഡി നൽകുകയും ചെയ്യും. ഖാദി ഉൽപാദന യൂണിറ്റുകൾക്ക് ധനസഹായം നൽകും. 100 ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ വിതരണം ചെയ്യും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഉപജീവനം ഉറപ്പാക്കുന്നതിന് വർണ്ണച്ചിറകുകൾ പദ്ധതി, കുട്ടികളുടെ ശാരീരിക മാനസിക വികാസം ലക്ഷ്യമിട്ട് കളിക്കൂട്ടം പദ്ധതിക്കും രൂപം നൽകും. വിക്ടോറിയ ആശുപത്രിയിൽ പ്രസവാനന്തര കിറ്റ് വിതരണത്തിന് 50 ലക്ഷം രൂപയും ഗർഭിണികൾക്ക് പോഷകാഹാരം നൽകുന്നതിന് 60 ലക്ഷം രൂപയും ഓട്ടിസം ക്ലിനിക് നിലനിർത്തുന്നതിന് 10 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്.